ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒനിയൻ ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയും കൂടിയാണിത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനും ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ചപ്പാത്തിയുടെ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്ന് ചെറുതായി മാറണ വരേക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണക്കൊന്ന് പോകുന്നവരേക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ മസാലയുടെ പച്ചമണമൊക്കെ പോകുന്നവരേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലയുടെയൊക്കെ പച്ചമണം പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 സ്പൂൺ കസ്തൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചപ്പാത്തിയുടെ മാവ്. ഇനി നമുക്കിതൊന്ന് ഓരോ ഉരുളകളാക്കിയ ശേഷം നമുക്ക് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു അത്യാവശ്യം 6 ഉരുളകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ആ ചപ്പാത്തി ഓരോ ഉരുളയും ഒന്ന് പരത്തിയ ശേഷം ആ പൊടിയിലൊന്ന് മുക്കിയ ശേഷം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂൺ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. എത്രത്തോളം വേണ്ടിച്ച് അതിനനുസരിച്ചുള്ള മസാല ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് കംഫർട്ടായ രീതിയിൽ നമുക്കിതൊന്ന് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ ഇതിൽ കുറച്ച് മാവ് പുറത്തേക്ക് വരുമ്പോൾ നമുക്കതൊന്ന് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അതിൽ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് ഉരുട്ടിയ ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയ ശേഷം ഈ പൊടിയിലൊന്ന് വീണ്ടും ഒന്ന് 2 സൈഡ് മുക്കിയ ശേഷം വീണ്ടും ഒന്ന് ഇത് പരത്തി കൊടുക്കുക. ഒന്ന് നല്ല സോഫ്റ്റായ രീതിയിൽ വേണം ഇത് പരത്തേണ്ടത്. അപ്പോൾ സോഫ്റ്റായ രീതിയിൽ പരത്തുമ്പോൾ നമുക്ക് ഇതിലത്തെ ആ മസാലകളൊക്കെ ഒന്ന് നമുക്ക് പുറത്ത് കാണാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ തന്നെ വേണ്ടത് നമുക്കിത്. അപ്പോൾ എത്രത്തോളം നമുക്ക് വലിപ്പമുണ്ട് ആ രീതിയിൽ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കൊരു തവയിലേക്ക് ചൂടായ തവയിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഈ ചപ്പാത്തി വെച്ച് കൊടുത്ത ശേഷം ഓരോ സൈഡും ഒന്ന് ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ച് ഓയിലൊക്കെ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഒരു ചപ്പാത്തി നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞു. വീണ്ടും അടുത്ത് പോയി നമുക്കിതുപോലെ പരത്തി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ രീതി നമുക്ക് ശരിയായില്ലെങ്കിൽ ഈ രീതിയിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് വെച്ച് നമുക്കൊന്ന് ചെയ്ത് കൊടുത്താലും നമുക്ക് ആ മസാല അതിൻ്റെ ഉള്ളിലായി കിട്ടും. ഇനി വീണ്ടും നമ്മളിതുപോലെ ഒന്ന് തയ്യാറാക്കിയ ശേഷം ഒന്ന് ഉരുട്ടിയ ശേഷം വീണ്ടും നമ്മൾ ഒന്ന് ചെറുതായി പരത്തി കൊടുത്ത ശേഷം ഈ പൊടിയിലൊന്ന് മുക്കിയ ശേഷം ഒന്ന് പരത്തി കൊടുക്കുക. ഇത് പരത്തുമ്പോൾ ഒന്ന് വളരെ സോഫ്റ്റായ രീതിയിൽ വേണം ഇത് പരത്തേണ്ടത്. എത്രത്തോളം വലിപ്പം വേണമെങ്കിൽ ആ രീതിയിൽ നമുക്കത് ചപ്പാത്തി പരത്തിയെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ചപ്പാത്തിയും നമുക്ക് പരത്തിയെടുക്കാം. ഇതാ നമ്മളങ്ങനെ എല്ലാ ചപ്പാത്തിയും പരത്തി നമ്മളിത് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒനിയൻ ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിലൊന്ന് ഷെയറും ചെയ്തിരിക്കണേ.